നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇറാന് കടുത്ത അന്ത്യശാസനവുമായി അമേരിക്ക. നിരുപാധികം കീഴടങ്ങിയില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അയത്തുള്ള ഖമേനി എവിടെയെന്ന് അറിയാമെന്നും അമേരിക്ക. ഇസ്രായേൽ പോർ വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കാൻ അമേരിക്കൻ ഏരിയൽ ടാങ്കുകൾ സംഘർഷ മേഖലയിൽ. പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി US യുദ്ധക്കപ്പലുകളും. പരസ്പരം ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും. ഇറാനിൽ 244 മരണം. നിലമ്പൂരിൽ നാളെ വിധിയെഴുത്ത്. നിശബ്ദ പ്രചാരണ ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷം ജനസംഘവുമായി കൂട്ടുകൂടിയവരെന്ന് MV ഗോവിന്ദന് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. വോട്ടുറപ്പിക്കാൻ അവസാനവട്ട ശ്രമം. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ചുങ്കത്തറ മർത്തോമ സ്കൂളിൽ. ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രിമാർ തമ്മിൽ ധാരണ. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. വ്യാപാര ഊർജ്ജ മേഖലകളിലും സഹകരണത്തിനും തീരുമാനം. മോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തിയത് G7 ഉച്ചകോടിക്കിടെ. മഴ വീണ്ടും കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ്. അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിനടുത്ത് ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി. ബംഗാളിന് മുകളിലും ന്യൂനമർദ്ദം. വടക്കൻ കേരളത്തിൽ മഴ തുടരും. ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറും ദേയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കേസ് പരിഗണിക്കുക തിരുവനന്തപുരം ജില്ലാ കോടതി. പണം തട്ടിയെന്ന ആരോപണ വിധേയരായ ജീവനക്കാരികൾ ഒളിവിൽ തന്നെ. വിശദമായി നോക്കാം. ഇറാൻ ഇസ്രായേൽ സംഘർഷ മേഖലയിലേക്ക് തന്നെയാണ്, അവിടെ നിന്നുള്ള വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും യുദ്ധമുഖത്തേക്കോ? ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ അമേരിക്കയും ഭാഗമാകുമോ എന്ന ഉദ്വേഗത്തിലാണ് ലോകം. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. 6ാം ദിനവും ഇസ്രായേലും ഇറാനും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. VR കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇവിടെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് അമേരിക്കയുടെ നീക്കം തന്നെയാണ്. അമേരിക്ക പരസ്യമായി ഇത്തരത്തിൽ ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുന്നതിനപ്പുറം ഈ യുദ്ധമുഖത്തേക്ക് നേരിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് വലിയ യുദ്ധത്തിലേക്കല്ലേ കൊണ്ടെത്തിക്കുക കാര്യങ്ങൾ? എത്രത്തോളം ആശങ്കാജനകമാണ് നിലവിലത്തെ സാഹചര്യം? തീർച്ചയായും ആര്യ, ആശങ്കാജനകമാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ അമേരിക്കയും പങ്കാളിയാകുന്നു എന്നതാണ് ഏറ്റവും നിർണായകം. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ച പോസ്റ്റാണ് നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന സന്ദേശം നൽകുന്നത്. നിരുപാധികം ഇറാൻ കീഴടങ്ങണം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചത്. മാത്രമല്ല, ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാം. അദ്ദേഹം ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയാമെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം ഈ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ ഖമനേയിയുടെ പ്രതികരണം അല്പം മുമ്പ് വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം ഹിബ്രു ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് സയനിസ്റ്റുകളോട് സന്ധി ചെയ്യാൻ ഇല്ല എന്നും പോരാട്ടം തുടരും എന്നാണ്. അതായത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകളിലേക്കുള്ള ശ്രമങ്ങൾ അത് ഇപ്പോൾ ഫലം കാണില്ല എന്ന സൂചനകളാണ് ഇരുവശത്തു നിന്നുമുള്ള പ്രതികരണങ്ങളിൽ വരുന്നത്. പ്രധാനമായും G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് മടങ്ങി വൈറ്റ് ഹൗസിലെത്തിയ ഉടനെ തന്നെ സിറ്റുവേഷൻ റൂമിൽ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. സുരക്ഷാ സമിതിയാണ് യോഗം ചേർന്നത്. ഈ സുരക്ഷാ സമിതി യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ തന്നെയാണ്. നേരത്തെ തന്നെ ഇസ്രായേൽ അമേരിക്കയോട് ചില സഹായങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. സ്വാഭാവികമായും വൈറ്റ് ഹൗസിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടാവുക ഫോർദോ ആണവ നിലയത്തെ ആക്രമിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും. ഈ ഫോർദോ ആണവ നിലയം ഇറാനിലെ മറ്റ് ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ്. നദാൻസ് പോലെയല്ല. പർവ്വതങ്ങൾക്കുള്ളിൽ ഭൂഗർഭ അറകളിലാണ് ഈ നിലയം ഉള്ളത്. ഇത്തരത്തിൽ പർവ്വതങ്ങൾ തുരന്ന് ഈ ഭൂഗർഭ അറകളിലെത്തി സ്ഫോടനം നടത്തണമെങ്കിൽ ബസ്റ്റർ ബങ്കർ മിസൈലുകൾ അടക്കം വേണം. നിലവിൽ ഇത്തരത്തിലുള്ള ബസ്റ്റർ ബങ്കർ മിസൈലുകളോ അത് വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളോ യുഎസിൻ്റെ പക്കൽ മാത്രമാണുള്ളത്. ഇസ്രായേലിൻ്റെ കയ്യിൽ അത്തരം സംവിധാനങ്ങൾ ഇല്ല. സ്വാഭാവികമായും അവിടെയാണ് 60 മുതൽ 90% വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന വലിയ സെൻട്രൽ ഫ്യൂജുകൾ ഉള്ളത്. നദാൻസിനേക്കാൾ ശേഷിയുള്ള ഒരു ആണവ നിലയമാണ് ഫോർദോയിലേത്. ഫോർദോയെ സംബന്ധിച്ച് നേരത്തെ തന്നെ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഫോർദോയിലെ ആക്രമണത്തിന്
അമേരിക്ക ലക്ഷ്യമിട്ട് നീങ്ങുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 6ാം ദിവസവും ഏറ്റുമുട്ടലിൽ വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് ടെല്ലവീവിലും തിരിച്ച് തെഹ്റാനിലെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി. പല സ്ഥലത്തും കേന്ദ്രീകരിച്ച ഇസ്രായേൽ ആക്രമണം തുടർന്നു. അതിൽ ഏറ്റവും പ്രധാനം ടെഹ്റാനിലെ കൊജീർ മിസൈൽ കേന്ദ്രം ഇന്നലെ ഇസ്രായേൽ ആക്രമിച്ചു എന്നതാണ്. അത് ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേലിന്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം. കിഴക്കൻ തെഹ്റാനിലെ ഇമാം ഹുസൈൻ യൂണിവേഴ്സിറ്റിയിലും ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട്. തിരിച്ച് ഇറാൻ ടെല്ലവീവിലും ശക്തമായ ആക്രമണം തന്നെ നടത്തിയിരിക്കുന്നു. ഫത്ത 1 മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഏതാണ്ട് 400 സെക്കൻഡുകൾ കൊണ്ട് തന്നെ തെഹ്റാനിൽ നിന്ന് ടെല്ലവീവിലേക്ക് എത്താൻ ശേഷിയുള്ള തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണിവ. ഇത്തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടൽ വളരെ ശക്തമായി തുടരുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. യാതൊരു തരത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾക്കുള്ള സാധ്യതയും നിലവിൽ ഇല്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റുമായി കഴിഞ്ഞ ദിവസം UAE ഭരണാധികാരി സംസാരിച്ചു എന്ന വിവരങ്ങൾ അല്പം മുമ്പ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ഇടപെടലുകൾ ഫലം കാണുമോ എന്നാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. എന്തായാലും അമേരിക്കയുടെ കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമൊക്കെ പശ്ചിമേഷ്യ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേറ്റവും പ്രധാനം 30ഓളം റീഫില്ലിംഗ് വിമാനങ്ങൾ, അത് ആകാശത്ത് വെച്ച് തന്നെ മറ്റ് വിമാനങ്ങൾ റീഫ്യൂവൽ ചെയ്യാൻ ശേഷിയുള്ള വിമാനങ്ങളാണ്. അത്തരത്തിലുള്ള അത്യാധുനിക വിമാനങ്ങൾ കൂടി അമേരിക്ക F-16 അടക്കമുള്ള അത്യാധുനിക വിമാനങ്ങൾ കൂടി ഈ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് എത്തിച്ചിരിക്കുന്നു എന്നതും ആശങ്കാജനകമായ സാഹചര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്നലെ ട്രംപ് മുന്നോട്ട് വെച്ച അന്ത്യശാസനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തള്ളിയിരിക്കുന്നു. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഏറ്റുമുട്ടൽ ശക്തമാകാനാണ് സാധ്യത. അതായത് തന്ത്രപരമായ ഒരു വഴങ്ങിക്കൊടുക്കലിന് അതിന് ഇനിയും ഖമേനി തയ്യാറാകില്ല, ഇറാൻ കീഴടങ്ങില്ല എന്നത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇറാൻ. അങ്ങനെയാണോ? യെസ്, VR കാർത്തിക്കിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് എന്നതാണ് സാഹചര്യം. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും യുദ്ധമുഖത്തേക്ക് എത്തുന്നു എന്ന സൂചനകൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമോ എന്നതാണ് ലോകത്തെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമായ സാഹചര്യം. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ അമേരിക്കയും ഭാഗമാകുന്നു എന്നുള്ള ഉദ്വേഗത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. VR കാർത്തിക്കുണ്ട്. കാർത്തിക്, ഞാൻ നേരത്തെ ചോദിച്ചത്, അതായത് തന്ത്രപരമായ ഒരു വഴങ്ങിക്കൊടുക്കലിന് അപ്പോൾ ഖമേനി ഇനി തയ്യാറാകില്ല എന്നതാണോ? അങ്ങനെയെങ്കിൽ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ ഭാഷയിലാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു താക്കീത് ഉണ്ടായത്. ആ മുന്നറിയിപ്പ് പോലും അവഗണിക്കുന്നു എന്ന തരത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതികരണം. സയനിസ്റ്റുകളോട് സന്ധി ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം ഹിബ്രു ഭാഷയിൽ വ്യക്തമാക്കുന്നത്. പോരാട്ടം ശക്തമായി തുടരുക തന്നെ ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, നേരത്തെ നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട് സന്ധി സംഭാഷണങ്ങളിൽ മുന്നോട്ട് വന്ന മറ്റ് രാജ്യങ്ങളോടും ഇറാന്റെ വിദേശകാര്യമന്ത്രി അടക്കം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു വശത്ത് ആക്രമണവും മറുവശത്ത് ചർച്ചയും അത് പ്രായോഗികമല്ല, അതിൽ സന്ധി ചെയ്യാൻ ഇല്ല എന്ന് അവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ സ്ഥിതി കൂടുതൽ ആശങ്കാജനകമാകുന്നതും. സ്വാഭാവികമായും അമേരിക്കയുടെ ഈ ഘട്ടത്തിലുള്ള ഇടപെടൽ ഏറെ നിർണായകമാകും. G7 ഉച്ചകോടിക്ക് ശേഷം മടങ്ങിയ ട്രംപ് വൈറ്റ് ഹൗസിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ US-ന്റെ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ലഭിച്ചില്ല എന്ന വിവരങ്ങളും ചില വിദേശ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു പിന്തുണ കൂടി ലഭിച്ചാൽ ഒരുപക്ഷെ അമേരിക്കയും ശക്തമായ ആക്രമണത്തിന് മുതിരും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ കാർത്തിക്, ഒരു ഭീഷണി സ്വരം ഇപ്പോൾ ട്രംപ് ഉയർത്തിയ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ, മറ്റ് രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏത് തരത്തിൽ ഇടപെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ റഷ്യയൊക്കെ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലൊക്കെ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. എങ്ങനെയായിരിക്കും മറ്റ് ലോകരാജ്യങ്ങളുടെ ഇടപെടൽ? സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷ വെച്ചിരുന്നത് കഴിഞ്ഞ ദിവസത്തെ G7 ഉച്ചകോടിയിലാണ്. എന്നാൽ G7 ഉച്ചകോടിയിൽ ഭൂരിഭാഗം നേതാക്കളും ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ഥിതികൾ കൂടുതൽ രൂക്ഷമാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇറാന് ആണവായുധം നിർമ്മിക്കാൻ അവകാശമില്ല, അതിന് കഴിയില്ല. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് വിദേശ രാജ്യങ്ങളടക്കം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾ
ഇറാൻ ഇത്തരത്തിൽ അണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ നേരത്തെ തന്നെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ചൈന പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഇറാന്റെ പരമോന്നത നേതാവുമായി ചൈനയുടെ ഭരണാധികാരി അടക്കം ചർച്ച നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടോ ചൈന എന്ന കാര്യത്തിലടക്കം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ആ രാജ്യത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം ഇത്തരത്തിൽ ചൈനീസ് സഹായത്തോടെയുള്ള കാർഗോ വിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇറങ്ങി എന്ന തരത്തിലൊക്കെ 2 ദിവസം മുമ്പ് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും G7 ഉച്ചകോടിയിൽ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് വിവിധ രാഷ്ട്രത്തലവന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും റഷ്യ അടക്കമുള്ളവർ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും യൂറോപ്യൻ യൂണിയനിലും അതോടൊപ്പം തന്നെ അവരുടെ ഇടപെടലും UAE-യുടെ ഇടപെടലുമാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷ നൽകുന്ന ഏക കാര്യം. ഇറാൻ പ്രസിഡന്റുമായി ഇന്നലെ UAE-യുടെ ഭരണാധികാരി സംസാരിച്ചു. സ്വാഭാവികമായും നിലവിലെ സാഹചര്യങ്ങളിൽ വരും ദിവസങ്ങളിലെങ്കിലും ഒരു നെഗോഷിയേഷനിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നതും. ആര്യ, ഒരു കാര്യം കൂടി, അതായത് കാർത്തിക്, നമുക്കറിയാം ടെലവീവിന്റെയും ടെഹ്റാന്റെയും ആകാശത്ത് തീ മഴയാണ്. തങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന അവകാശവാദവുമായി ഇറാനും ഇസ്രയേലും ഒരുപോലെ രംഗത്തുണ്ട്. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ മൂർച്ഛിക്കുമ്പോൾ തങ്ങളുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ഇരു രാജ്യത്തെ തലവന്മാരും മുന്നോട്ട് പോകുമ്പോൾ ഇത് സ്വാഭാവികമായി ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്. അവിടെ മരണനിരക്ക് ഇത്തരത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുകയല്ലേ. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡെത്ത് ടോൾ അവിടെ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഖമേനിയുടെ പ്രധാനപ്പെട്ട കൂട്ടാളികളെല്ലാവരും, അതായത് സൈനിക, നയതന്ത്ര, ശാസ്ത്രജ്ഞപരമായിട്ടുള്ള ഉപദേഷ്ടകർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇറാനിൽ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 450ഓളം പേർ കഴിഞ്ഞ ജൂൺ 13 ആരംഭിച്ച ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇസ്രയേൽ പറയുന്നത് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ലക്ഷ്യങ്ങളും, അതായത് ആണവോർജ്ജ കേന്ദ്രങ്ങളടക്കമുള്ള സ്ഥലങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ്. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 450-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ, പ്രത്യേകിച്ച് എക്സിലടക്കം വിവിധ ഇറാനിലെ തന്നെ വിവിധ വാർത്താ വെബ്സൈറ്റുകൾ നൽകുന്ന ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ തെഹ്റാനിലടക്കം അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വണ്ടികളുടെ നീണ്ട നിര അതിർത്തികളിൽ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ തെഹ്റാൻ ഒഴിയണം എന്ന മുന്നറിയിപ്പ് US കൂടി നൽകിയ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള ആശങ്കയാണ് ടെഹ്റാനിൽ ഉള്ളത്. തിരിച്ച് ഈ ടെലവീവിൻ്റെ കാര്യത്തിൽ വന്നാലും ശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈലുകളടക്കം ഉപയോഗിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. 400 സെക്കൻഡിൽ ടെഹ്റാനിൽ നിന്ന് ടെലവീവിലേക്ക് എത്തുന്ന മിസൈലുകൾ ഉപയോഗിക്കുന്നു. അത് വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാക്കുന്നു എന്ന തരത്തിൽ ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്രായേലിന് ഫലപ്രദമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അയൺ ഡോമും അതോടൊപ്പം തന്നെ ഡേവിഡ് സ്ലിംഗ് അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ടെങ്കിൽ കൂടിയും പല ബാലിസ്റ്റിക് മിസൈലുകളും ടെഹ്റാനിൽ പതിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആൾ താമസമുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്ക് സമീപമടക്കം ഇത്തരത്തിൽ മിസൈലുകൾ പതിക്കുന്ന സാഹചര്യമുണ്ടായി. ബങ്കറുകളിലാണ് ഭൂരിഭാഗം സമയവും ഇപ്പോൾ അവിടെ ടെലവീവിലെ ജനങ്ങൾ ഉള്ളത്. ഭൂരിഭാഗം സമയവും, ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും രാത്രിയുമൊക്കെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള സൈറനുകൾ അവർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ IDF-ഉമായി ബന്ധപ്പെട്ട ആപ്പുകളിലും ഇത്തരത്തിൽ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാനും ഇത്തരത്തിൽ വാട്സാപ്പിനെതിരെയും കൂടി രംഗത്തെത്തി എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ സൈനിക മേധാവിമാരെ എണ്ണം പറഞ്ഞ് ഒന്നൊന്നായി കൊന്നു തള്ളുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയത്. സ്വാഭാവികമായും ഇത്തരത്തിൽ വാട്സാപ്പിലെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന തരത്തിൽ ഇറാൻ ഒരു പരാതിയുമായി രംഗത്തെത്തി. എന്നാൽ വാട്സാപ്പ് അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ അത്തരത്തിൽ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നു, ആക്രമണങ്ങൾ അതിരൂക്ഷമാകുന്നു. സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ, വരും മണിക്കൂറുകളിൽ ഫോർദോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പർവ്വത നിരകൾക്കുള്ളിൽ ഭൂഗർഭ അറകളിൽ ഏതാണ്ട് 91 മീറ്റർ താഴെയുള്ള ആണവ നിലയം, ആ ആണവ നിലയം ആക്രമിക്കാൻ US മുൻകൈയെടുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിൻ്റെ ഉദ്യോഗത്തിലാണ് ലോകവും. സ്വാഭാവികമായും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ ഒരു പ്രതിഫലനവും വളരെ വലുതായിരിക്കും. തീർച്ചയായും VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും
കടുത്ത ആശങ്കയിലാണ് ലോകം ഒന്നാകെയുള്ളത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി അത് ഒഴിയുന്നില്ല എന്നുള്ളതാണ്. വരും മണിക്കൂറുകളും ഇത്തരത്തിൽ വലിയ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് വലിയ ആശങ്ക. ഇത്തരത്തിൽ മരണനിരക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ നമുക്ക് രാവിലെയൊക്കെ ലഭിച്ച വിവരം ഇറാനിൽ 250 മരണം എന്നതായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇസ്രയേൽ ആണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത്. ഇറാനും സമാനമായ രീതിയിൽ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 450ലേക്ക് മരണം എത്തിയിട്ടുണ്ട്. സ്ഥിരീകരിക്കാൻ കഴിയാത്ത കണക്കുകളാണ്. അതിനപ്പുറം ഒരുപക്ഷെ ഉണ്ടാകാം. എന്തായാലും അത്തരത്തിൽ അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു സമവായത്തിലേക്ക് ഉടനടി ഒന്നും കാര്യങ്ങൾ എത്തി നിൽക്കില്ല എന്നതാണ് സാഹചര്യം. ജീവൻ കൈ പിടിച്ചുകൊണ്ട് ജനങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ എംബസിയൊക്കെ കർശനമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. സ്വയം അവർക്ക് കഴിയുന്ന രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഇപ്പോൾ ഇന്ത്യയുടെ രക്ഷാദൗത്യമൊക്കെ ഇറാൻ കേന്ദ്രീകരിച്ചൊക്കെയും നടക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും രാജ്യത്തെ പൗരന്മാരെ രക്ഷിക്കാൻ അവരവരുടെ രാജ്യം കേന്ദ്രീകരിച്ചുകൊണ്ടും നടക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈ കമ്മീഷണർമാരെ നിയമിക്കും. വ്യാപാര ഊർജ്ജ മേഖലയിലടക്കം സഹകരണത്തിനും ധാരണയായി. VR കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, ഈ ഇന്ത്യ കാനഡ ബന്ധം അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുന്നു എന്നതാണ് ആശാവഹമായ സാഹചര്യം, അല്ലേ? തീർച്ചയായിട്ടും 2 വർഷത്തിന് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാകുന്നു എന്നത് ഏറെ പ്രതീക്ഷാവഹമാണ്. G7 ഉച്ചകോടിയാണ് അതിന് വഴിവെച്ചത്. G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന സൈഡ് ലൈൻസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തിയത്. പ്രധാനമായും നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. അല്പം മുൻപ് മാർക്ക് കാർണി ഒരു പ്രതികരണം നൽകിയിരുന്നു. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ നേരത്തെ നിജാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അതൊക്കെ ജുഡീഷ്യറിയുടെ ഭാഗമായി ഇരിക്കുന്ന വിഷയങ്ങളാണ്. ആ ഘട്ടത്തിൽ വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന പുരോഗതിയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 18-നാണ് ഇത്തരത്തിൽ കാനഡയിലെ ഹൗസ് ഓഫ് കോമൺസിൽ അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒരു പരാമർശം നടത്തിയത്. നിജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിൽ വാദപ്രതിവാദങ്ങൾ രൂക്ഷമായി. നയതന്ത്ര ഉദ്യോഗസ്ഥരെ പരസ്പരം പിൻവലിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ, അതായത് കഴിഞ്ഞ ദിവസം നടന്ന G7 ഭാഗമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർക്ക് കാർണിയും തമ്മിൽ ചില കാര്യങ്ങളിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്നതും ശുഭപ്രതീക്ഷ നൽകുന്നു. അതിലേറ്റവും പ്രധാനം ഈ പിൻവലിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പകരം പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ധാരണയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഊർജ്ജ മേഖലയിലടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാൻ ധാരണയായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ധാരണയോടെ മുന്നോട്ട് പോകും എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് ഇരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയൊരു അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിൽ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നു എന്നതും പ്രതീക്ഷാവഹമാണ്. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ മെച്ചപ്പെട്ട സഹകരണ ബന്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ആശാവഹം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു അവരുടെ വാക്കുകളിലേക്ക്. Through the help of this platform as well. So I think that this is a great opportunity for us to serve public good, the global goods. It has always been India's intention to promote global goods, and today through G7 we have that same opportunity. I believe that India-Canada relations are extremely important, and India and Canada should work together and achieve win-win cooperation in several areas. Canadian companies have invested in India in a big way. Indian people have also invested in Canada in a big way. We both stand for democratic values. Together, we can strengthen democratic values. We can strengthen humanity. If we work together, optimally utilize all our resources, we can work for the welfare. Canadian Sikh activist Hardeep Singh Nijjar. We have had a discussion, the Prime Minister and I, about the importance of having the law enforcement to law enforcement dialogue, which is not just dialogue, cooperation directly. The importance of addressing transnational repression, as I noted, including when we met, and
Obviously, there is a judicial process that's underway, and I need to be careful about further comments. En français, nous avons eu... In French now. 2 വർഷം നീണ്ടുനിന്ന അസ്വാരസ്യങ്ങൾക്കാണ് എന്തായാലും തിരശ്ശീല വീണിട്ടുള്ളത്. ഊർജ്ജ മേഖലയിലും നയതന്ത്ര മേഖലയിലുമൊക്കെ വ്യാപാര മേഖലയിലുമൊക്കെയുള്ള സഹകരണത്തിലേക്ക് എത്തി നിൽക്കുകയാണ് 2 രാജ്യങ്ങളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ക്രൊയേഷ്യ പ്രസിഡന്റ് സോറൻ മിലനോവിച്ചും പ്രധാനമന്ത്രി ആൻഡ്രസ് പ്ലെൻകോവിച്ചും മോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് +1 ക്ലാസുകൾക്ക് തുടക്കമാവുകയാണ്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് 3,80,00,000 പാഠപുസ്തകങ്ങളാണ് കുട്ടികൾ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പാഠപുസ്തകം കൃത്യമായ കുട്ടിയുടെ കയ്യിൽ സ്കൂൾ തുറക്കുന്നതിന് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് എത്തുന്നത് ഇത് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം അടുത്ത വർഷം 11-12 ക്ലാസ്സിലെത്തിയിട്ടുള്ള പുതിയ പാഠപുസ്തകം ഇറക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. 80 ടൈറ്റിൽ പുസ്തകങ്ങളാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇറക്കേണ്ടത്. ഇത് പഴയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതിൽ കൂടുതലും. അതുകൊണ്ട് അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ നാനാതുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് 80 ടൈറ്റിൽ പുസ്തകങ്ങൾ 11-12 ക്ലാസ്സിലെത്തിച്ച് ഈ വർഷം ഞങ്ങൾ പുതുക്കി ഇറക്കും. +1 ക്ലാസുകൾക്ക് തുടക്കമാവുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഓക്കെ, വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇനി നമ്മൾ നിലമ്പൂരിലേക്കാണ് പോകുന്നത്. നിലമ്പൂരിൽ ഇന്ന് നിശബ്ദ പ്രചരണം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നാളെയാണ് വിധി എഴുതാൻ പോകുന്നത്. നിലമ്പൂരിലെ വോട്ടർമാർ 21 നാൾ നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് നാളത്തെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്ര സാമഗ്രികളും ഇന്ന് വിതരണം ചെയ്യും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. അതേസമയം ഇടതുപക്ഷം ജനസംഘവുമായി കൂട്ടുകൂടിയവരാണെന്ന് MV ഗോവിന്ദൻ ആര്യാടൻ ഷൗക്കത്ത് മറുപടി നൽകി. മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. പതിവിൽ കവിഞ്ഞ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ളൊരു പങ്കാളിത്തവും ആവേശമൊക്കെയായിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒരു മനുഷ്യക്കടൽ പോലെ ആർത്തിരമ്പിയ ഒരു അനുഭവമായിരുന്നു. അപ്പം അതൊരു അവിസ്മരണീയമായ അനുഭവമാണ്. അതിൻ്റെ ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെയാണ് എല്ലാവരിലും ഉള്ളത്. പതിവിൽ കവിഞ്ഞ പങ്കാളിത്തവും നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു കാലത്തുമില്ലാത്ത ഒരു വേവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖ്യത്തിനെതിരെയാണ്. അതിനെ മറികടക്കാൻ പല രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പല സാധ്യതകളും വിവാദങ്ങളുണ്ടാക്കുക, എല്ലാ വിഭാഗങ്ങളെയും ഇതേപോലെ സഖ്യങ്ങളുണ്ടാക്കുക, ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ആര്യാടൻ ഷൗക്കത്തിന്റെയും ഒപ്പം M സ്വരാജിന്റെയും പ്രതികരണം നമ്മൾ കേട്ടു. നിലമ്പൂരിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് മികച്ച വിജയം നേടാനാകുമെന്ന് തന്നെയെന്നാണ് M സ്വരാജ് പ്രതികരിച്ചത്. CV അനുമോദും VV അരുണും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം VV അരുണിലേക്കാണ് പോകുന്നത്. അരുൺ, വലിയ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും ഉള്ളത്. ഇപ്പോൾ കൂട്ടിയും കിഴിച്ചുമൊക്കെ എങ്ങനെ വോട്ട്
ലഭ്യമാകും, ഏത് തരത്തിലാകും ഭൂരിപക്ഷം ഉണ്ടാവുക എന്നൊക്കെയുള്ള വലിയ ആലോചനയിലാണ് ഇരു മുന്നണികളും ഉള്ളത്. അതിനിടയിൽ അടിയൊഴുക്കിനുള്ള സാധ്യതകളും നമ്മൾ കാണണം. നമുക്കറിയാമല്ലോ, നിലമ്പൂർ അത്രത്തോളം ട്വിസ്റ്റുകളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ അൻവർ എന്ന് പറയുന്ന ഹൈലൈറ്റ് ഫാക്ടർ ഉണ്ട്. അൻവർ ആർക്ക് തുണയാകും, കെണിയാകുമെന്നൊക്കെ 23-ാം തീയതി നമുക്കറിയാം. എങ്ങനെയാണ് ഇരു മുന്നണികളുടെയും ഒരു കണക്ക് കൂട്ടലുകൾ ഉള്ളത്? ഇന്ന് നിശബ്ദ പ്രചാരണമാണ്, അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിനിടയിലും ചില വിമർശനങ്ങളുമായി ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് രംഗത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ മറുപടിയുമായി എം സ്വരാജിനെയും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം, അല്ലേ? ആര്യ, ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇരു മുന്നണികൾ മാത്രമല്ല, 3 മുന്നണികളും PV അൻവറും വലിയ ആത്മവിശ്വാസത്തിലാണ്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജുമായി അല്പസമയം ഞാൻ സംസാരിച്ചു. അദ്ദേഹവും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഇടത് വലത് മുന്നണികൾക്കെതിരായി ജനം വിധി എഴുതും, നരേന്ദ്രമോദിക്ക് നിലമ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് BJP സ്ഥാനാർത്ഥി പങ്കുവച്ചത്. UDF ക്യാമ്പ് 15,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രവചിക്കുന്നു. കംഫർട്ടബിൾ മജോറിറ്റി എന്ന പതിവ് നിലപാട് LDF ക്യാമ്പും ആവർത്തിക്കുന്നു. അവർക്ക് വലിയ പ്രതീക്ഷ ഒരുപക്ഷെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിലാണ്, സ്ഥാനാർത്ഥി ലഭിക്കുന്ന വോട്ടിലാണ്. ഏതായാലും PV അൻവർ 2 മുന്നണികളെ പിന്നിലാക്കുമെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അൻവറിൻ്റെ ക്യാമ്പ് 20,000 മുതൽ 30,000 വരെ വോട്ടെങ്കിലും അൻവർ പിടിക്കും എന്ന ഒരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും വലിയ ശക്തമായ പോരാട്ടമുണ്ടെന്ന് ഉറപ്പാണ്. കാറ്റ് ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലമെന്ന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിലമ്പൂരിൽ പല ഘടകങ്ങൾ മാറി മറിയുന്നുണ്ട്. നിലമ്പൂരിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ ചർച്ചയെ വന്നേക്കാം. വന്യജീവി സംഘർഷങ്ങൾ ജനം ഏറ്റവും അധികം അവരെ ബാധിച്ച വിഷയമാണ്. അതിലവർ ഒരു നിലപാടെടുത്തേക്കാം. അങ്ങനെ പലതരം വിഷയങ്ങളുണ്ട്. പലസ്തീൻ, നിലമ്പൂർ മുതൽ പലസ്തീൻ വരെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും നിശബ്ദ പ്രചരണത്തിന് തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഉള്ളത്. അവർ ആ രീതിയിൽ ഇപ്പോഴും ഓരോ വോട്ടും പിടിക്കാൻ നമ്മൾ 3 സ്ഥാനാർത്ഥികളെ രാവിലെ കണ്ടിരുന്നു. 3 പേരും തിരക്കിലാണ്. PV അൻവറിൻ്റെ പ്രചരണവും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ ഒരു ചാനലിന് MD ഗോ നൽകിയ പരാമർശമാണ്, RSSുമായും ഞങ്ങൾ സഹകരിച്ചിരുന്നു, അതൊരു കാലം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് വ്യക്തമായി. ഈ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനെതിരെ അന്നത്തെ ജനതാ പാർട്ടിയുമായി അടക്കം ചേർന്ന് പ്രവർത്തിച്ചതിനാണ് MD ഗോവിന്ദൻ പരാമർശിച്ചത്. അത് ഇതിനകം പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. ആര്യടൻ ഷൗക്കത്ത് വിവാദം ഇപ്പോൾ നമ്മോട് സംസാരിക്കുമ്പോൾ തന്നെ ഉയർത്തിയിട്ടുണ്ട്. 10 മണിക്ക് പ്രതിപക്ഷ VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. സ്വാഭാവികം അതേ ഒരു വിഷയം ഉന്നയിക്കും. എം സ്വരാജിൻ്റെ മറുപടിയും വന്നിട്ടുണ്ട്. കൃത്യമായി എന്താണ് എപ്പോഴാണ് ജനതാ പാർട്ടിയുമായും ജനസംഘവുമായും ഒക്കെ ഇടതുമുന്നണിക്ക് CPIക്കും CPMനുമൊക്കെ ആ പല ഘട്ടങ്ങളിൽ ചേരേണ്ടി വന്നത്, പിന്നീട് എന്തുകൊണ്ടതിൽ പിന്മാറി, ആരാണ് RSSുമായി ചേർന്ന് മത്സരിച്ചത്, RSSന് വേണ്ടി പ്രഖ്യാപിച്ച സ്ഥാനത്തെ പിൻവലിച്ചത് ആരാണെന്ന അടക്കമുള്ള കേരള രാഷ്ട്രീയ ചരിത്രം വ്യക്തമായിക്കൊണ്ട് ഈ ആരോപണങ്ങൾക്ക് എം സ്വരാജ് ഇടതു സ്ഥാനാർത്ഥി മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ ഇനിയും വിഷയങ്ങൾ മാറി മാറി വരും. പുതിയ വിഷയങ്ങളും നിലവിലുള്ള വിഷയങ്ങളും ചർച്ചയാകും. ഓരോ വോട്ടും ഉറപ്പിക്കുക, അതാണിപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. എം സ്വരാജ് യുവ വോട്ടർമാരിൽ വലിയ ലക്ഷ്യമിടുന്നുണ്ട്. പുതിയ വോട്ടർമാർ തനിക്ക് ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷയുണ്ട്. ഇന്ന് ഒരു ജിംനേഷ്യം സന്ദർശിച്ച് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. NDA സ്ഥാനാർത്ഥി ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ ഈ BJP ഓഫീസ് സമീപമുള്ള ഭാഗത്ത് കടകൾ കയറി വോട്ട് ചോദിച്ചു. ആര്യടൻ ഷൗക്കത്തും അങ്ങനെ പല ഉന്നതികളിലും ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ രാവിലത്തെ പര്യടനം. അങ്ങനെ ഓരോ ഇഞ്ചും വിട്ടുപോയ കാര്യങ്ങൾ പൂരിപ്പിക്കാനുള്ള സമയമാണ് ഇനി സ്ഥാനാർത്ഥികൾക്ക്. അടിയൊഴുക്കുകൾ ഉണ്ടാകാതിരിക്കാനും തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുന്ന അടിയൊഴുക്കുകളെ മാറ്റാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി നേതൃത്വവും സ്ഥാനാർത്ഥികളും. ആര്യ, തീർച്ചയായും VV അരുണാണ് ചേർന്നത് വിവരങ്ങളുമായി. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. ഈ അവസാന ദിവസവും നിശബ്ദ പ്രചരണത്തിന്റെ സമയത്തും വാഗ്വാദങ്ങൾക്കൊന്നും ഒരു അവസാനമില്ല എന്നുള്ളതാണ്. CV അനുമോദ് കൂടി നമുക്കൊപ്പം ഉണ്ട്. അനുമോദ്, എന്തായാലും ഈ വിവാദങ്ങളും വിമർശനങ്ങളും വാക്പോരും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ ഇരുന്ന നിലമ്പൂരിലെ വോട്ടർമാർ നാളെ അവരുടെ വിധി എഴുതുകയാണ്, സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുകയാണ്. ആർക്കൊപ്പം നിൽക്കുമെന്നത് 23-ാം തീയതി നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അല്ലേ?
ആര്യ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, അതായത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ തുടങ്ങേണ്ട സമയത്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. നമ്മൾ നിൽക്കുന്നത് ചുങ്കത്തറ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് 263 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യേണ്ടത്. പക്ഷേ ഇതുവരേക്കും ഇവിടെ വിതരണം തുടങ്ങിയിട്ടില്ല. ഉദ്യോഗസ്ഥർ എത്തിച്ചേരാൻ വൈകുന്നതാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വൈകാനുള്ളൊരു കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. പല ഉദ്യോഗസ്ഥരുടെ സീറ്റുകളും അല്ലെങ്കിൽ അവരുടെ ടേബിളൊക്കെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വൈകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. കാരണം നിലവിൽ തന്നെ 8 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞതായിരുന്നു. അത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനി 10 മണി കഴിയും ഒരുപക്ഷെ തുടങ്ങിയേക്കാൻ എന്നാണ് അറിയുന്നത്. നമുക്കറിയാം, നിലമ്പൂരിലെ ദുർഘടമായ സാഹചര്യങ്ങളുണ്ട്, ഭൗതിക സാഹചര്യങ്ങൾ ഏറെ ദുഷ്കരമായ ഇടങ്ങളുണ്ട്. അവിടേക്കൊക്കെ എത്തിച്ചേരാൻ വളരെ നേരത്തെ തന്നെ ഈ ഒരു സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതിലൊക്കെ അല്പം കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതുവരെയും പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതമായി വൈകുന്നതാണ് ആദ്യമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് പുറമെ സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ നിശബ്ദ പ്രകടനത്തിലെങ്കിൽ PV അൻവർ ഈ നിലമ്പൂരിലേക്ക് അല്പസമയത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം വിവിധയിടങ്ങളിൽ ഈ നിശബ്ദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃത്യമായൊരു ഷെഡ്യൂള് നമുക്ക് എന്നത്തെയും പോലെ ഇന്നും ലഭിച്ചിട്ടില്ല. അതേസമയം ആര്യടൻ ഷൗക്കത്ത് എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ആദിവാസി ഉന്നതികളിലും അതുപോലെ കോളേജുകളിൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് നിശബ്ദ പ്രകടനത്തിൻ്റെ ദിവസം ഉച്ചവരെ സന്ദർശനം നടത്തുക. അദ്ദേഹം 10 മണിയോടെ മൂത്തെടുത്ത് എത്തി കോളേജുകളിലേക്ക് ഉള്ള അദ്ദേഹത്തിൻ്റെ നിശബ്ദ പ്രചരണ യാത്ര ആരംഭിക്കും. അൻവറിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതേസമയം സ്വരാജിൻ്റെയും മോഹൻ ജോർജിൻ്റെയും പ്രചരണം വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യമാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. നിലമ്പൂരിലെ കാലാവസ്ഥ പോലെ തന്നെ അനിശ്ചിതത്വവും പ്രവചിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പലതാണെങ്കിലും അവസാനം ജനമനസ്സുകളിൽ ഏത് വിഷയമാണ് പ്രതിഫലിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നത് വലിയ തോതിൽ തന്നെ ആളുകൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ, അവരുടെ ബാലറ്റിലൂടെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എത്രത്തോളം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. 6 മാസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നൊരു നിസ്സംഗത ഒരു ഗ്രാമീണ മേഖലകളിലെ വോട്ടർമാരിലുണ്ട് എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. നമ്മൾ അവിടെ പോകുമ്പോഴും അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പങ്കുവയ്ക്കുന്നത്. പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു സാധ്യത അതുകൊണ്ട് തള്ളിക്കളയാനാകില്ല. കാലാവസ്ഥയും വലിയ ഘടകമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. കനത്ത മഴയിൽ എപ്പോൾ വേണമെങ്കിലും നദിയിലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറയാം. അപ്പോൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെപ്പോലെ തന്നെ അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് നിലമ്പൂരിലുള്ളത് എന്നത് നാളത്തെ പോളിംഗ് ഡേ ദിവസവും വലിയ ഒരു സസ്പെൻസ് നിലനിർത്തുന്ന കാര്യമാണ്. എന്താണെങ്കിലും പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞേക്കും എന്നൊരു വിലയിരുത്തൽ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു ആലോചന നേതൃത്വങ്ങളുടെ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആര്യ, അനുമോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ സാഹചര്യം എന്ന് പറയുന്നത് അത്രത്തോളം പ്രവചനാതീതമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. തുടക്കം മുതൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോഴത്തെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കാര്യം തന്നെ എടുത്തു നോക്കൂ. അത് 8 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. അതിനിടയിലാണ് ഈ പോളിംഗ് ശതമാനം കുറയുമെന്നുള്ള ആശങ്ക കൂടിയുള്ളത്, അല്ലേ? എന്തായാലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അത് എപ്പോഴത്തേക്ക് ഇനി ആരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പങ്കുവയ്ക്കുന്ന വിവരം. ആര്യ, 8 മണിക്ക് തുടങ്ങേണ്ട പോളിംഗ് സാമഗ്രി വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ റിട്ടേണിംഗ് ഓഫീസർ ഇവിടെ പെരിന്തൽമണ്ണ സബ് കളക്ടറാണ്. അവരുടെ സാന്നിധ്യത്തിലാണ്
ഈ നടപടികൾ നടക്കുന്നത്. പക്ഷേ ഇതുവരേക്കും നടപടികൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന് കാരണമായി നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓരോ ഡ്യൂട്ടിക്കും നിയോഗിച്ച ഉദ്യോഗസ്ഥർ അവർ പൂർണ്ണമായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളൊരു കാരണമാണ് പറയുന്നത്. അതായത് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുവാനും ഏറ്റുവാങ്ങുവാനും നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർ കൃത്യമായ സമയത്ത് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇത് വൈകാനുള്ളൊരു കാരണമായിട്ട് അറിയുന്നത്. എന്തിനാണെങ്കിലും 10 മണിയോടെ ഇത് പുനരാരംഭിക്കും എന്ന ഒരു വിവരമാണ് അനൗദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വൈകുന്നത് പോളിംഗ് സാമഗ്രി വിതരണം വൈകുന്നത് സ്വാഭാവികമായിട്ടും ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇത് എത്തിച്ചേരുന്നതിനും കാലതാമസം ഉണ്ടാക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 59 പോളിംഗ് ബൂത്തുകൾ ഇത്തവണ അധികമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സന്നാഹങ്ങളും സംവിധാനങ്ങളും അതിനനുസരിച്ച് കൂടുതലായിട്ടുണ്ട്. പോളിംഗ് വോട്ടർമാരുടെ എണ്ണത്തിലും 7000-ലധികം വോട്ടർമാരുടെ എണ്ണത്തിലും വർധനവുണ്ട്. എല്ലാ മേഖലയിലും ഈ ഒരു വർധനവ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പോളിംഗ് സാമഗ്രി വിതരണം വൈകുന്നത് ഈ നടപടികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ പല ബൂത്തുകളും ഏറെ ദുഷ്കരമായ സാഹചര്യങ്ങളോട് ചേർന്ന് എത്തിച്ചേരേണ്ട ഇടങ്ങളാണ്. കാലാവസ്ഥയൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ മറ്റിടങ്ങളെ പോലെ നിലമ്പൂരിനെ കാണാൻ ഇതൊരു മലയോര നാടാണ്, മലയോര മേഖലയാണ്. അപ്പോൾ ഇവിടെ ഓരോ നിമിഷം വൈകുന്നതും അവിടെ പോളിംഗ് ബൂത്ത് തയ്യാറാക്കുന്നതിൽ നേരം വൈകിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഉണ്ടാക്കുക. എന്നാണെങ്കിലും 10 മണിയോടെയെങ്കിലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. തീർച്ചയായും CV അനുമോദാണ് മർത്തോമ സ്കൂളിൽ നിന്ന് ചേർന്നത്. 8 മണിക്കാണ് അവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആരംഭിച്ചിട്ടില്ല. 10 മണിയോട് കൂടിയെങ്കിലും ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നാളെയാണ് വിധിയെഴുത്ത്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞേക്കും എന്നുള്ള സൂചനയാണ് മുന്നിലുള്ളത്. പക്ഷേ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ എല്ലാ മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. വേതന വർധനവ് ആവശ്യപ്പെട്ട് മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആശാ വർക്കർമാരുടെ രാപകൽ സമരയാത്ര ഇന്ന് മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മഹാറാലി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മഹാറാലിയിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി അറിയിച്ചു. ആശാ വർക്കേഴ്സിന്റെ സംഘടന ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കാണിച്ച് NHM-ന് കത്തും നൽകിയിരുന്നു. അതേസമയം സംസ്ഥാനത്തെ ആശമാർ നിർബന്ധിത പരിശീലനം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത് സമരം പൊളിക്കാനുള്ള നീക്കമെന്ന് പ്രതിഷേധിക്കുന്ന ആശമാർ ആരോപിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, നിലമ്പൂരിൽ വരെ എത്തി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് ആശമാർ. തന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ സമരമുറകളും പയറ്റി ഏറ്റവും ഒടുവിൽ നടത്തിയ ഈ സമരയാത്ര, കേരളം ഒട്ടുക്ക് സഞ്ചരിച്ചിട്ടുള്ള സമരയാത്ര, അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് അവസാനിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം അവിടെ സംസാരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ള വിഷയം. അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ നോക്കി കണ്ടതുകൊണ്ടാണോ ഇത്തരത്തിൽ ഇന്ന് തന്നെ ഒരു പരിശീലന ക്ലാസ് സർക്കാർ വെച്ചിരിക്കുന്നത്? ഇതിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമോ ആശമാർ? എന്താണ് സാഹചര്യം? രാവിലെ 11 മണിക്കാകും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശാ വർക്കർമാർ കഴിഞ്ഞ മെയ് 5-ന് ആരംഭിച്ച ഈ രാപകൽ സമരയാത്രയുടെ സമാപന മഹാറാലി സെക്രട്ടേറിയറ്റ് നടയിൽ ഉദ്ഘാടനം ചെയ്യുക. PMG ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ തമ്പടിക്കും. അവിടെയായിരിക്കും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, അതോടൊപ്പം സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്ത് സംസ്കരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം, നാളെ നിലമ്പൂരിൽ വിധിയെഴുത്താണ്. അതിനു മുൻപാണ് ഈ മഹാറാലി ഇങ്ങനെ നടക്കുന്നത്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ഈ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായി അതിനൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരും. സർക്കാരും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും എടുത്തു കാണിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ആശാ വർക്കർമാർ വേതന വർധനം ആവശ്യപ്പെട്ട് നടത്തുന്ന സമരം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി സർക്കാരിനെ വേട്ടയാടാനുള്ള ഒരു ആയുധമാക്കി ഈ സമരസമിതി ഈ പ്രശ്നങ്ങളെ മാറ്റുകയാണ് എന്നൊരു വിമർശനം ആദ്യഘട്ടം മുതൽ ആരോഗ്യവകുപ്പ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നൊരു ലക്ഷ്യത്തോടെ ഇന്ന് ഈ പ്രത്യേക പരിശീലന പരിപാടി കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് അവഗണിച്ചുകൊണ്ട് എത്ര പേര് ഈ സമരത്തിന്റെ ഭാഗമാകുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, മാസങ്ങളായി ഈ നടന്നു വരുന്ന ഈ അനിശ്ചിതകാല സമരം അത് പലതരത്തിൽ സർക്കാർ ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി ഈ സമരസമിതി നേതാക്കളെ
അതോടൊപ്പം തന്നെ മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളുമൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് വഴി തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു അജണ്ട ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരുന്നു. അങ്ങനെയാണ് ഇടതുപക്ഷവും CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സമരത്തെ നേരിട്ടത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു രാപകൽ സമരയാത്ര ആരംഭിക്കുകയും അത് ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ അവസാനിക്കാൻ പോവുകയും ചെയ്യുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് ഏത് തരത്തിലുള്ള വിമർശനമായിരിക്കും സർക്കാരിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഉന്നയിക്കുക എന്നതാണ് അറിയാനുള്ളത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു തരത്തിലുമുള്ള മധ്യസ്ഥതയും സ്വീകരിച്ചിട്ടില്ല, ഒരിക്കലും സ്വീകരിക്കുകയുമില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് വെടിനിർത്തലിന് തയ്യാറായതെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്നും പ്രധാനമന്ത്രി ട്രംപിനെ അറിയിച്ചു. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ഈ സംഘർഷം സമവായത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യം മുതൽ തന്നെ ട്രംപ് അവകാശപ്പെടുന്നത് താനാണ് ഇതിന് മധ്യസ്ഥത വഹിച്ചത് എന്നുള്ളതാണ്. US ഫെഡറൽ കോടതിയിൽ പോലും ഈ അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴൊന്നും ഇന്ത്യ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഇവിടെ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മോദി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്നതാണ് സാഹചര്യം. വിശദാംശങ്ങൾ ആര്യ, തീർച്ചയായും അതായത് ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത US വഹിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തമായ ചിത്രം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും മധ്യസ്ഥത വഹിച്ചിട്ടില്ല US എന്ന നിലപാട് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അതായത് ഈ സീസ് ഫയർ വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയും ചെയ്തത്. അതിൽ യാതൊരുവിധ ഇടപെടലും USന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. മെയ് 7 നടന്ന ചർച്ചയിൽ ഇത്തരത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അല്ലെങ്കിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു തരത്തിലുമുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് കൂടി ഈ നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്ന G7 ഉച്ചകോടിക്ക് ശേഷം ട്രംപും മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന് പകരമാണ് ഇപ്പോൾ ഇരു നേതാക്കളും ഫോൺ കോളിലൂടെ ബന്ധപ്പെടുകയും ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് എന്നും ഈ ഇത്തരത്തിൽ ടെററിസ്റ്റിനെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു തിരിച്ചടി ഉണ്ടായാൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്യുമെന്ന് കൂടി നിലപാട് നരേന്ദ്രമോദി ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ കശ്മീർ വിഷയത്തിൽ ഒരു തരത്തിലും മറ്റുള്ളവരുടെ ഒരു ഇടപെടൽ ആവശ്യമില്ല, മറ്റ് രാജ്യങ്ങളുടെ ഒരു ഇടപെടലും ആവശ്യമില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ക്വാഡ് മീറ്റിംഗിൽ, അതായത് ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ക്വാഡ് മീറ്റിംഗ് അടുത്ത നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. ഈ മീറ്റിംഗിലേക്ക് ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തു നരേന്ദ്രമോദി ഔദ്യോഗികമായി. ട്രംപ് ഇന്ത്യയിലേക്ക് വരാമെന്നുള്ള സമ്മതം മൂടിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം അല്ലെങ്കിൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രിയാണ്. ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ ഫോൺ കോളിലൂടെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്തണം. അതായത് മധ്യസ്ഥത വഹിച്ചോ, USന്റെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഒരു പരാമർശം നടത്തിയിരുന്നു. നരേന്ദ്ര സറണ്ടർ എന്ന രീതിയിലുള്ള ഒരു പരിഹാസ രൂപേണയുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ, പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഇടപെടൽ മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് USന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് തങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിൽ വെടിനിർത്തൽ കരാറിലേക്ക് വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിലേക്ക് വന്നതെന്നുള്ള ഒരു വ്യക്തത കൂടി നരേന്ദ്രമോദി വെച്ചു പുലർത്തുന്നു. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒടുവിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി തന്നെ. ഇത്തരത്തിൽ ട്രംപിന്റെ ഒരു ഇടപെടലും പാകിസ്ഥാന് നേരെയുള്ള ആക്രമണം നിർത്തുന്നതിൽ എടുത്തിട്ടില്ല, കൈക്കൊണ്ടിട്ടില്ല. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ആ ഒരു ധാരണയിലേക്ക് എത്തിയത് എന്നുള്ളത് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്.
മറ്റു വാർത്തകളിലേക്ക്. കൈക്കൂലി കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം കേസിന് തിരിച്ചടിയാകില്ലെന്ന നിഗമനത്തിൽ വിജിലൻസ്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ മേഘാലയയിലേക്ക് ED സ്ഥലം മാറ്റിയിരുന്നു. കേസിനോട് സഹകരിക്കണമെന്ന് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധിയും നീട്ടി. കോടതി ഇടപെടലുകൾ അന്വേഷണത്തിന് അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് വിജിലൻസ് ഉള്ളത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, വിജിലൻസിന്റെ അന്വേഷണം അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? കേസിൽ വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ നടപടി എന്നെല്ലാം പറയുന്നത് കേസിലെ 1-ാം പ്രതിയായ ED ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ EDയിലെ തന്നെ ചില സ്ഥലം മാറ്റ നടപടികളുടെ ഭാഗമായിട്ട് മേഘാലയയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം ഈ കൈക്കൂലി കേസിൽ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലെ 1-ാം പ്രതിയാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലം മാറ്റ നടപടികൾ ഒന്നും തന്നെ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കില്ല എന്നാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഈ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് പരിഗണിക്കുന്നത്. അതിൽ കോടതി ആവശ്യപ്പെട്ടത് ഈ കേസുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ്. അതിന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പ് കോടതിക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുൻകൂർ ജാമ്യത്തിന്റെ ഒരു പ്രാബല്യം, അത് ഒരു ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. അത് കുറച്ചു ദിവസത്തേക്ക് കൂടി ജൂലൈ 3 വരെയും അതിന്റെ ഒരു നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് ഇയാൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഇന്നലെ വിജിലൻസ് കോടതിയിൽ പറഞ്ഞത് ഈ കേസിൽ എന്തുകൊണ്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോക്കാണ്. ബാക്കിയുള്ള പ്രതികളുടെ നേരത്തെ അറസ്റ്റ് ചെയ്ത 2, 3, 4 പ്രതികളുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിന്റെ വിശദാംശങ്ങളും ഒപ്പം തന്നെ ശേഖർ കുമാറിനെതിരെ സമർപ്പിക്കപ്പെടാവുന്ന തെളിവുകളും വൈകാതെ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിജിലൻസ് അറിയിച്ചിട്ടുള്ളത്. ഈ കേസുമായി ഇപ്പോൾ വിജിലൻസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. സ്ഥലംമാറ്റ നടപടികൾ കേസിനെ ബാധിക്കില്ല എന്നാണ് വിജിലൻസ് വിലയിരുത്തുന്നത്. ആര്യ, ശരി. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുക. അതേസമയം ദിയയുടെ സ്ഥാപനത്തിലെ പണം തട്ടിയെടുത്ത കേസിൽ ആരോപണ വിധേയരായ 3 വനിതാ ജീവനക്കാർ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വന്ന ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. ചെല്ലാനം കണ്ണമാലി ചെറിയകടവ് മേഖലയിൽ അതിതീവ്ര തിരമാലകൾ കരയിലേക്ക് അടിച്ചുകയറി. നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ചെല്ലാനം കണ്ണമാലി വാട്ടർ ടാങ്കിന്റെ പടിഞ്ഞാറ് വശമാണ്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, അതീവ ദുഷ്കരവും ഭീതിതവുമാണല്ലോ ഈ സാഹചര്യം. ഡാനി, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ഉപരോധ സമരം കണ്ണമാലിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വഴി തടയൽ സമരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്
വേലിയേറ്റം വളരെ ശക്തമായ രീതിയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് വേലിയേറ്റത്തിന് അല്പം കുറവുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടലാക്രമണത്തിന്റെ രൂക്ഷത മൂലം ജനജീവിതം ഈ മേഖലയിൽ തീർത്തും ദുഷ്കരമായിരിക്കുകയാണ്. വീട് വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരൊന്നും ഇവിടേക്ക് മടങ്ങി വരാവുന്ന ഒരു അവസ്ഥയിലേക്കല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ണമാലിയിൽ പരിസരത്തുമെല്ലാം തന്നെ ചെറിയടത്തുമെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇതിൽ കാര്യത്തിൽ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെല്ലാനം മേഖലയിൽ നടപ്പാക്കിയ ടെട്രാപോഡ് കടൽഭിത്തി അത് ഇവിടെയും നടപ്പാക്കണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ലത്തീൻ സഭയുൾപ്പെടെ ഈ സമരമുഖത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരം ശക്തമാക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും സഭ മുൻകൈ എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഏതായാലും ഇന്നലത്തേതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇന്ന് ഇപ്പോൾ സമരം നടക്കുകയാണ്. വഴിതടഞ്ഞുള്ള സമരമാണ് കണ്ണമാലിൽ നടക്കുന്നത്. ചെറിയ വള്ളങ്ങൾ വഴിയിലേക്ക് കൊണ്ടുവന്ന് റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും കുറെ സമയം ഈ മേഖലയിൽ ഗതാഗതം തന്നെ സ്തംഭിക്കാനാണ് സാധ്യത. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി വീണ്ടും കടൽ കയറ്റമുണ്ടാകുമെന്ന ഒരു ഭീതിയിലാണ് ജനങ്ങളുള്ളത്. ഈ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സജ്ജീകരണത്തിലേക്ക് ജില്ലാ ഭരണകൂടമെല്ലാം തന്നെ കടന്നിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സമരരംഗത്ത് തുടരുകയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും സമരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ KLC ഭാരവാഹികളടക്കം ചർച്ച നടത്തുകയുണ്ടായി. കടൽഭിത്തി അടക്കമുള്ള കാര്യങ്ങളിൽ മെല്ലെ പോക്ക് പാടില്ല എന്നതടക്കം അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സമര പ്രതിഷേധങ്ങളെല്ലാം തന്നെയാണ് പശ്ചിമ കൊച്ചി മേഖലയിൽ നിലനിൽക്കുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും എത്രത്തോളം ദുഷ്കരമാണ്, ഭീതിതമാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ സാഹചര്യം, അവസ്ഥ എന്നുള്ളത്. എന്തായാലും കടലാക്രമണം ഇത്രത്തോളം രൂക്ഷമായ സാഹചര്യത്തിൽ അവർക്ക് വീടുകളിൽ ഇനി തുടരാൻ കഴിയില്ല. അനേകം നാളുകളായി ഉന്നയിക്കുന്ന വിഷയമാണ് അവർക്ക് കടൽ ഭിത്തി നിർമ്മാണം. അത് നടപ്പാക്കണം, ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ വേണമെന്നുള്ളത്. പക്ഷേ ചെല്ലാനത്ത് ടെട്രാപോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിച്ച് അവിടുത്തെ കടലാക്രമണ സാഹചര്യത്തിന് ഒരു അയവ് വരുത്തിയത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ ഈ മേഖലകളിലും നടപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർക്കുള്ളത്. ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ തീരദേശവാസികൾ. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കരഞ്ഞ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചതാണ് മരണകാരണമെന്ന യുവതിയുടെ മൊഴി. ഗർഭിണിയായത് കാമുകനിൽ നിന്നാണെന്നും ഇക്കാര്യം കുടുംബത്തോട് പറഞ്ഞിരുന്നില്ലെന്നും യുവതി മൊഴി നൽകി. ഇന്നലെ പുലർച്ചെയാണ് പെൺകുഞ്ഞിനെ പ്രസവിച്ചത്. തുടർന്ന് മൃതശരീരം ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽ വീടിന്റെ പരിസരത്ത് വെച്ചത് താനാണെന്നും യുവതി സമ്മതിച്ചു. അപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ഇനി ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.